നമസ്കാരം. ഈ കലികാലത്തിൽ മുഖ്യമന്ത്രിക്ക് ഇത് കഷ്ടകാലമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ജനസമ്പർക്ക പരിപാടിയുടെ വേര് പിടിച്ച് അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നവകേരള സദസ്സ് നടത്തി ജനങ്ങളുടെ കയ്യിൽ നിന്നിരിക്കുന്ന പുച്ഛം മുഴുവൻ ഏറ്റുവാങ്ങി. എന്നിട്ട് ജനങ്ങൾക്ക് ഉപകാരമായ എന്തെങ്കിലും പ്രവൃത്തികൾ നവകേരള സദസ്സിലെ 36 ദിവസത്തെ യാത്രയിൽ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അതിനില്ല എന്ന് തന്നെയാണ് മറുപടി. എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ മറ്റൊന്നും നവകേരള സദസ്സിൽ നടന്നിട്ടില്ല. കേരളീയം എന്ന് പറയപ്പെടുന്ന പരിപാടി നടത്തി വലിയ വിജയമാണ് എന്ന് ആഘോഷിക്കുമ്പോഴും കേരളത്തിൽ പങ്കെടുത്ത കലാകാരന്മാർക്കുള്ള പണം പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ ചെയ്യുന്നതെല്ലാം പരാജയമായി മാറുന്നവൻ്റെ പേര് വിജയനായിത്തീരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അങ്ങനെ പിണറായി വിജയനെ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹം ഇരുന്ന അതേ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ വളരെ വലിയ രാഷ്ട്രീയ വിമർശനവുമായിട്ട് എഴുത്തുകാരനായിട്ടുള്ള MD വാസുദേവൻ നായർ എത്തിയത് നമ്മൾ കണ്ട കാഴ്ചയാണ്. അദ്ദേഹം പറഞ്ഞത് അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആവാമെന്നും രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയപ്പെടുന്നത് രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്തുവാനുള്ള അംഗീകൃത മാർഗമായിട്ട് മാറാമെന്നും ആണ് MD തുറന്നു പറഞ്ഞത്. ശരിയല്ലേ? രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അധികാരത്തിലേക്ക് എത്തുക, അധികാരത്തിൻ്റെ സോപാനങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിനുള്ളൊരു മാർഗം മാത്രമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തെ കാണുന്നു എന്ന് തന്നെയാണ് MD വാസുദേവൻ നായർ പോലുള്ളൊരു സാംസ്കാരിക നായകൻ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്. ആൾക്കൂട്ടത്തെ എളുപ്പം ക്ഷോഭിപ്പിക്കുകയോ അല്ലെങ്കിൽ ആരാധകരാക്കുകയോ ചെയ്യാൻ പറ്റുന്ന ഒരു തരം പ്രവൃത്തി. തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന ഒരു മഹാരഥനും ഇവിടെ ഇല്ല എന്നുകൂടി MD വാസുദേവൻ നായർ പറഞ്ഞു. നമ്മളറിയാമല്ലോ, കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലായിരുന്നു MDയുടെ ഇത്തരത്തിലുള്ളൊരു വലിയ വിമർശനമുണ്ടായത്. അത് മുഖ്യമന്ത്രി ഇരിക്കുന്ന അതേ സദസ്സിൽ തന്നെയാണ്. രാഷ്ട്രീയത്തിൻ്റെ മൂല്യച്യുതിയെപ്പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി എന്നും അധികാരത്തിലെത്തുവാനുള്ള അംഗീകൃതമായിട്ടുള്ള ഒരു മാർഗമാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്നും എവിടെയും അത് തന്നെയാണ് തുടരുന്നത് എന്നും ഇനി അസംബ്ലിയിലോ പാർലമെൻറ്റിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ അത് ആധിപത്യത്തിനുള്ള ഒരു അവസരമാണ് എന്നാണ്. അതായത് അധികാരം എന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട അവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെങ്ങോ നമ്മൾ തന്നെ കുഴിവെട്ടി മൂടി എന്നാണ് MD വാസുദേവൻ നായർ പറഞ്ഞത്. ഇനി തെറ്റുപറ്റിയെന്ന് തോന്നിയാൽ അത് സമ്മതിക്കുക എന്നത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ജീവിത മണ്ഡലത്തിലെ ഒരു മഹാരഥനും ഇവിടെ കാണിക്കാറില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത് ഒരാളെക്കുറിച്ചുമല്ല. തെറ്റുപറ്റിയാൽ കൃത്യമായിട്ട് പറയുവാനുള്ള കരുത്ത് കാണിക്കാൻ കഴിയുന്ന രാഷ്ട്രീയക്കാരോ സാംസ്കാരിക നായകരോ സാമൂഹ്യ പ്രവർത്തകരോ ഇല്ല എന്ന് തന്നെയാണ് MD വാസുദേവൻ നായർ തുറന്നു പറഞ്ഞത്. അതും ഞാനീ പറഞ്ഞല്ലോ, MD വാസുദേവൻ നായർ പറയുന്നത് മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ്, മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ തന്നെയാണ് അദ്ദേഹം ഇത് പറയുന്നത് എന്നാണ്. തൻ്റെ പരിമിതമായ കാഴ്ചപ്പാടിൽ നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകം പേരും എന്നതിനെ മാറ്റാനാണ് EMS എന്ന് പറയപ്പെടുന്ന നേതാവ് ശ്രമിച്ചത് എന്നും ആചാരോപചാര മാർഗങ്ങളിലോ നേതൃത്വ പൂജകളിലോ എന്നും അദ്ദേഹത്തെ കാണാതിരുന്നു എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണത്. അതൊരു കുത്തൽ തന്നെയാണ്. കാരണം വ്യക്തിപൂജയെ ഒരിക്കലും അംഗീകരിക്കാത്ത വ്യക്തിത്വം തന്നെയായിരുന്നു EMS എന്ന് തന്നെയാണ് MD വാസുദേവൻ നായർ പറഞ്ഞു വെച്ചത്. ഇന്ന് വ്യക്തിപൂജ ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകൃതമാകുന്ന രാഷ്ട്രീയ പ്രവർത്തനവും പാർട്ടി പ്രസ്ഥാനങ്ങളും ആയി മാറുന്നു എന്ന് പറയേണ്ടി വരുന്നു. അതിന് ഉത്തമ ഉദാഹരണം പിണറായി വിജയൻ തന്നെയാണ് എന്ന് പറയാതെ പറയുകയാണ് ഇവിടെ MD വാസുദേവൻ നായർ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് കലികാലത്തിൽ കഷ്ടകാലത്തിലൂടെ കടന്നു പോവുകയാണ് പിണറായി വിജയൻ എന്ന്. ആര് പറഞ്ഞാലും പറയാതിരിക്കാൻ കഴിയില്ല എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് എന്തും പറയേണ്ടി വരുന്നു ഈ പിണറായി വിജയനെ. പറയണ്ട എന്ന് കരുതിയാൽ പോലും പറയേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു ഈ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വം. ഉത്തരവാദിത്വത്തെ ഭയത്തോടെ അല്ലാതെ ഒരിക്കലും ആദരവോടെ സ്വീകരിച്ച് എല്ലാവിധത്തിലുമുള്ള അടിച്ചമർത്തലുകളിൽ നിന്ന് മോചനം നേടാൻ വെമ്പുന്ന ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടി, ആ സൃഷ്ടി ലക്ഷ്യമാക്കുന്ന ഒരു നേതാവിന് എന്നും 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 പുതിയ പഥങ്ങളിലേക്ക് ചിന്തയും പുതിയ ചക്രവാളങ്ങളിലേക്ക് വീക്ഷണവും അയച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നേതാവ് ഒരു നിമിത്തമല്ലാതെ തന്നെ ചരിത്രപരമായിട്ടുള്ള ഒരു ആവശ്യകതയായി മാറുകയാണ് ചെയ്യപ്പെടുന്നത്. ഇതായിരുന്നു EMS ഇത് കാലത്തിൻ്റെ ആവശ്യമാണ് എന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്നും പ്രത്യാശിക്കുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ അധികാരത്തിന് വേണ്ടി മാത്രമല്ല, പകരം ജനങ്ങൾക്ക് വേണ്ടി കൂടി പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സിദ്ധാന്തം നമുക്കുണ്ടാകണമെന്ന് തന്നെയാണ് EMS അടക്കമുള്ളവർ പഠിപ്പിച്ചതെങ്കിൽ
അത് പിന്തുടർന്നു പോകാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക് കഴിയുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് അതിനകത്ത് ഉറപ്പിച്ചു വെക്കുന്നത്. ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നതോടെ ലക്ഷ്യം നേടിയെന്ന അലംഭാവത്തിൽ എത്തിപ്പെട്ടവരുണ്ടാവാം. അതൊരു ആരംഭമാണ് എന്നും ജാഥ നയിച്ചും മൈതാനങ്ങളിൽ ഇരമ്പിക്കൂടിയും വോട്ടുപെട്ടികൾ നിറച്ചും സഹായിച്ച ആ ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്തമുള്ള സമൂഹമാക്കി മാറ്റുവാനുള്ള മഹാപ്രസ്ഥാനത്തിൻ്റെ തുടക്കം മാത്രമാണ് അധികാരത്തിൻ്റെ അവസരമെന്നും വിശ്വസിച്ചത് കൊണ്ടാണ് EMS പോലുള്ള ഒരു നേതാവ്, EMS എന്നും സമാരാധ്യനും മഹാനായ നേതാവുമാകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സ്വയം കുറ്റപ്പെടുത്തലുകൾ, സ്വയം വിമർശനങ്ങൾ, സ്വയം ചിന്തിക്കേണ്ടി വരുന്നൊരവസരങ്ങൾ, ഇതൊക്കെ ഇന്നത്തെ നേതാക്കൾക്കുണ്ടാകേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം MD വാസുദേവൻ നായർ. പറഞ്ഞതിൽ തെറ്റുണ്ടോ, പറയുന്നത് ശരിയാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. വളരെ കൃത്യമായ കണക്കുകൂട്ടലുകൾ കൂടി അദ്ദേഹം പറയുന്ന വാക്കുകൾ ശ്രവിക്കേണ്ടി വന്ന ഗതികേടിലായിപ്പോയി നമ്മുടെ മുഖ്യമന്ത്രി ആ വേദിയിലിരുന്ന്. EMS കുറിച്ചാണ് പറഞ്ഞത്, അതായത് ഇദ്ദേഹത്തിന് മുൻപേ നടന്നുപോയ വഴികളിലൂടെ കടന്നുപോയ കമ്മ്യൂണിസ്റ്റുകാരനെ കുറിച്ച്. അപ്പോൾ പിണറായിക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ലല്ലോ EMS പറഞ്ഞു വച്ച വാദഗതികൾ ഒരിക്കൽ കൂടി അളന്നു മുറിച്ച് MD വാസുദേവൻ നായർ പറഞ്ഞപ്പോൾ ഇന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവും മുഖ്യമന്ത്രിയുമൊക്കെ ഇനിയും ഒരുപാട് വട്ടം കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നും അധികാരത്തിന് വേണ്ടി ഇങ്ങനെ വടംവലി കൂടേണ്ട ആവശ്യമില്ല എന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയായിരുന്നു. അതുകൊണ്ട് സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് ശ്രീ പിണറായി വിജയൻ മനസ്സിലാക്കേണ്ടത് ഈ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ താങ്കൾ മുഖ്യമന്ത്രിയായത് എന്ന് ഓർക്കുക വല്ലപ്പോഴും. അങ്ങനെ ഓർത്താൽ മാത്രമേ ഈ ജനങ്ങൾക്കിടയിൽ നിന്ന് ജനാധിപത്യ വ്യവസ്ഥയിലൂടെ നിങ്ങളെ തിരഞ്ഞെടുത്തതിൽ അർത്ഥമുണ്ടാകൂ എന്നുകൂടി MD വാസുദേവൻ നായർ അടക്കമുള്ള സാംസ്കാരിക നായകർ പ്രതികരിക്കുകയാണ്. ഈ പ്രതികരണങ്ങളെങ്കിലും ഇന്നുവരെ പ്രതിഷേധിച്ചവരെ, പ്രതികരിച്ചവരെ, സമരം ചെയ്തവരെ, എതിർത്ത് പറഞ്ഞവരെ ജയിലിലടച്ച പാരമ്പര്യം മാത്രമുള്ള പിണറായി ഈ എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനും നവോത്ഥാന നായകനുമൊക്കെയായി കാണാൻ കഴിയുന്ന ഒരു എഴുത്തുകാരനാണ് MD വാസുദേവൻ നായർ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ എന്തു ചെയ്യും?